തലയിൽ തേക്കാനുള്ള നല്ല ഒരു എണ്ണ കാച്ചുന്നതാണ് കാണിക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം. ഒരു 4 നല്ല പിടി വേപ്പില, ഒരു 10 ചെമ്പരത്തിപ്പൂവ്, ഒരു 30 ചുവന്നുള്ളി, ഒരു 4 കറ്റാർ വാഴ, ഉലുവ കുതിർത്തി വെച്ചത് ഒരു 4 ടേബിൾ സ്പൂൺ, തുളസി ഇല 1 പിടിയോ 2 പിടിയോ ഇടാം. പിന്നെ നെല്ലിക്ക എൻ്റെ കയ്യിൽ ഒരു 4 എണ്ണം മാത്രമേ ഉള്ളൂ, അതൊരു 8 എണ്ണം ഉണ്ടെങ്കിൽ അത് ഇടാം. ഇവയെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ എണ്ണ കാച്ചിയത് തേച്ചാൽ തലയിലെ താരൻ ഇല്ലാതാവുകയും മുടി നന്നായി വളരുകയും ചെയ്യും. നല്ല ഒരു എണ്ണ കാച്ചിയതാണിത്. എല്ലാതും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അടി കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാൻ, ചീനച്ചട്ടി ആയാലും മതി. ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ 2 കിലോ വെളിച്ചെണ്ണയിലേക്കുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചുന്നത്. അടികട്ടിയുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉരുളിയിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ ഉണ്ടാക്കാവുന്നതാണ്. നല്ലതുപോലെ അതെല്ലാം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കലക്കിയതിന് ശേഷം ഒരു 200 ml അവണക്കെണ്ണ ഒഴിക്കുക. അതും ഇതിൽ നല്ലതുപോലെ യോജിപ്പിക്കുക. അതിന് ശേഷം ഇത് ഗ്യാസിൽ വെച്ച് നല്ല തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് ഒപ്പം ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഇത് ആയി കിട്ടാൻ 1 മണിക്കൂറോളം എടുക്കും. തിള വന്നതിന് ശേഷം നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാച്ചിയെടുക്കണം. തീയിൽ പിടിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കണം. ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അതിൻ്റെ ഇതെല്ലാം മൂത്തു. ഇതുപോലെ മൂത്താൽ ഇത് അരിച്ചെടുക്കുക. ഏകദേശം അതിൻ്റെ മൂപ്പ് ഇതാണ്. ഇതുപോലെ മൂത്തിരിക്കണം. എനിക്കിത് കാച്ചിയെടുക്കാൻ ഏകദേശം 1 മണിക്കൂർ വേണ്ടി വന്നു. ഇനി ഇത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് അത് ഒഴിച്ച് വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. നല്ല ഒരു കളറാണ് ഈ എണ്ണയ്ക്കുള്ളത്. കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാലും അത്രയും നല്ലതാണ്. താരൻ തേച്ച് കഴിഞ്ഞാൽ താരൻ തീരെ ഉണ്ടാവില്ല, താരനെല്ലാം പോകും. പിന്നെ മുടിക്കും നല്ലതാണല്ലോ. ഇങ്ങനെ ഒരു കുപ്പിയിൽ ഒഴിച്ചാൽ ഇതാണ് ഈ എണ്ണയുടെ കളറ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.